പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഞാനിന്ന് ഈ കടൽപ്പുറത്ത് വന്നപ്പോൾ നല്ല നീലാകാശവും നല്ല കാർമേഘവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ നല്ല വെള്ളമേഘങ്ങൾ ഉരുണ്ടുകൂടി നിൽക്കുന്ന വലിയ മനോഹരമായ കാഴ്ച ഞാൻ കണ്ടപ്പോഴേ എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ സന്തോഷം തോന്നി. നമ്മൾ നോക്കിയേ, ഈ നീലാകാശത്തെ ദൈവം എത്ര സന്തോഷമായിട്ടാണ് വിരിച്ചു നിർത്തിയിരിക്കുന്നത്. അതിൽ ഈ മേഘങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിപ്പോകണം. ഞാനിതൊക്കെ പറയുമ്പോൾ സത്യവേദ പുസ്തകത്തിലെ വചനങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്നത്. 19-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനവൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു. നിങ്ങൾ ഈ മനോഹരമായ ദൃശ്യം കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? മാത്രമല്ല, ഭൂമി എൻ്റെ പൂർണ്ണതയും ഭൂതല നിവാസികൾ യഹോവയ്ക്കുള്ളതാകുന്നു എന്നാണ് 24-ാം സങ്കീർത്തനം വായിച്ചാലും. ഇതെല്ലാം ഇത്ര പ്രകൃതി രമണീയമായി അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന നമ്മുടെ ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതിനേക്കാൾ വലുതൊന്നുമില്ല കേട്ടോ. നമുക്ക് ഓരോ ദിവസവും ദൈവം തരുന്ന ഈ പ്രകൃതിയും കാലാവസ്ഥയും എന്നൊക്കെ പറയുന്നത്, ഈ പ്രകൃതി രമണീയമായ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് എത്ര സന്തോഷമാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടത്തിലും ദുഃഖത്തിലും കണ്ണീരിലും ഒക്കെ ഇരിക്കുന്നവരായിരിക്കാം. എന്നാലും പോട്ടെ, നമുക്ക് നമ്മുടെ പ്രകൃതിയെ ദൈവം എത്രമാത്രം അലങ്കരിച്ച് തന്നിരിക്കുന്നതോർത്ത് ഈ നല്ല നീലാകാശവും നല്ല വെള്ളമേഘങ്ങളൊക്കെ തന്ന് ഇത്രത്തോളം നമ്മെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞ വർഷം നിങ്ങൾ ഈ സമയത്ത് ഓർത്ത് നോക്കിയാൽ വളരെ മഴയാണ്. മഴ കൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നീ കർക്കിടക മാസമൊക്കെ വന്നു കഴിയുമ്പോൾ നോക്കിയാൽ മനുഷ്യർ വേലയ്ക്ക് പോകാം, എല്ലാത്തിനും പോകാം. അതുപോലെ തന്നെ എല്ലാത്തിനും പറ്റുന്ന നല്ല കാലാവസ്ഥ. ഈ നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദൈവം ഒരു നല്ല മാറ്റങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. മനുഷ്യൻ പ്രകൃതിയെ മുഴുവൻ നശിപ്പിക്കുമ്പോഴേ ദൈവം നമ്മുടെ പ്രകൃതി എത്ര സന്തോഷമായിട്ടാണ് അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നത്. കണ്ടില്ലേ? നമുക്കിത് കണ്ടാൽ സന്തോഷം തോന്നാതിരിക്കുമോ? എത്ര ദുഃഖത്തിലിരിക്കുന്ന മനസ്സായാലും. ഞാൻ വളരെ ഭാരപ്പെടാറുണ്ട് കേട്ടോ പലപ്പോഴും. അങ്ങനെ ഭാരപ്പെടുമ്പോഴൊക്കെ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം എനിക്ക് പലപ്പോഴും പല ആശ്വാസങ്ങൾ തരും. ഇന്ന് ഞാൻ ഒരുപാട് ഭാരത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, ഈ കടപ്പുറത്ത് വന്നത്. പക്ഷേ ഞാൻ ഈ ആകാശത്തിലേക്ക് ദൈവത്തിൻ്റെ കരവിരുതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ആ ദുഃഖങ്ങളൊക്കെ ഒന്ന് മാറി. ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രശ്നം നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കുമുണ്ട്. അതിൻ്റെ നടുവിൽ നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുമ്പോഴേ നമ്മുടെ സകല ദുഃഖങ്ങളും ആശ്വാസം തരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നയ്ക്ക് നിങ്ങൾ എവിടെയെല്ലാം ഇരുന്ന് ഈ നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ സന്തോഷത്തെ അനുഭവിക്കാൻ കഴിയുമോ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. എന്നെ കേൾക്കുന്ന യുവതീവാക്കന്മാരുടെ നിങ്ങൾ ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ദുഃഖപ്പെട്ട് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നവരാണ്. അതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങൾ സന്തോഷിപ്പാൻ കഴിയണം. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം. നമുക്ക് സന്തോഷമാണ് ഈ ഭൂമിയിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. കരഞ്ഞ് വിലപിച്ചിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. എന്നാൽ ദുഃഖത്തെ മാറ്റിയിട്ട് സന്തോഷിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞ് വിലപിച്ച് ദുഃഖത്തിൽ നമ്മൾ രോഗിയായി മാറും. അതുകൊണ്ട് ഈ പ്രകൃതി എത്ര മനോഹരമാണ് നോക്കിയായിട്ട്, ഈ പ്രകൃതി എത്ര മനോഹരമാണ് നോക്കിയായിട്ട് നമുക്കിതൊക്കെ കണ്ട് സന്തോഷിപ്പാൻ കഴിയട്ടെ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും വന്ദനം.